ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ എന്തെല്ലാവരും വർത്താനം സുഖമല്ലേ? ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ സ്പെഷ്യലാട്ടോ. ഓരോ ദിവസവും ഓരോ സ്പെഷ്യലല്ലേ. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടുപിടിട്ടാ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ നല്ല ചായയും സമ്മന്തിയും പിന്നെ നല്ല കട്ടൻ ചായയൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചിട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ കണ്ണാടി നോക്കി കട ഇട്ടത് എന്താ ഇതെന്താ സംഭവിച്ചാൽ ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ. മൂത്താപ്പാൻ്റെ മോളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവന്നേന് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാട്ടത്. പിന്നോട് രാവിലെ തന്നെ എൻ്റെ അമ്മ പണികളൊക്കെ കഴിച്ചിട്ട് വേഗം തിരുമ്പി കുളിച്ചാൻ പറഞ്ഞിരുന്നു കേട്ടോ. പണികളായിട്ടൊന്നും ഇല്ല കേട്ടോ, അടിച്ചോരി തുടന്നെ ഉള്ളൂ കേട്ടോ. അത് അടിച്ചോരലും അമ്മ കഴിച്ച് തുടക്കാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് എന്നാലും കുളിച്ചാൻ മടിയാണ്. കാരണം എന്താ വെച്ചാൽ രാവിലെയാണ് നല്ല തണുപ്പില്ലേ കാരണം. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ കുളിച്ചാൻ മടിച്ച് നിൽക്കാം കേട്ടോ. തിരൂരാകുമ്പോൾ നേരം 9:30 മണിയൊക്കെ ആകുമ്പോഴത്തേന് പണികളൊക്കെ കഴിയും, ചിലപ്പോൾ കുളിയും കഴിയും കേട്ടോ. പിന്നെ കുളിച്ചാൽ മടിയുള്ള ദിവസം ഞാൻ അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ എന്തായാലും എൻ്റെ പെരയിൽ പോയാൽ പ്രത്യേകിച്ച് എനിക്ക് മടിയൊക്കെ കേട്ടോ തിരുമ്പി കുളിച്ചാനൊക്കെ. വെറുതെ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ നടക്കും കേട്ടോ. പണിയൊന്നും ഉണ്ടാവില്ല, എന്നാലും തട്ടിമുട്ടി ഇങ്ങനെ നടക്കും. പിന്നെ നീ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഓളെ ആദ്യം കുളിപ്പിച്ചാളി അറിയുന്നു കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ കുളിച്ചാൻ മടിയായ കാരണം ഞാൻ പിന്നെ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അവിടെ പ്രത്യേകിച്ച് തണുപ്പ് കേട്ടോ. മഴ പെയ്ത് നല്ല തണുപ്പ് കഴിക്കാറ്. അപ്പോൾ പിന്നെ പറയും വേണ്ടില്ല, പൊതുവേ കുളി മടിയുള്ള ആളാണ് ഞാൻ. പിന്നെ തണുപ്പും കൂടി ആയാലും തീരും പറ്റൂല കേട്ടോ എനിക്ക്. അപ്പം ഇങ്ങനെ മുട്ടി തിരിഞ്ഞ് നിന്ന് ലാസ്റ്റ് ഓല മാറ്റലും ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞാൻ വേഗം വണ്ടി പോയി കുളിച്ച് പിന്നെ ഞാനും മാറ്റാൻ കയറിയിട്ടാണ്. എന്നിട്ട് ഓല മാറ്റലും ഒരുക്കൊക്കെ കഴിഞ്ഞ് ഇമ്മ ഇങ്ങനെ പറയും ഞാൻ അപ്പോൾ വാതിലടക്കാം അല്ലെങ്കിൽ വേഗം പുറത്തടിക്കാറുണ്ട് കേട്ടോ. ഇമ്മ എന്ത് പറഞ്ഞിട്ടോ എൻ്റെ മാറ്റലൊന്നും ആയിട്ടില്ല കേട്ടോ. കാരണം മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് മുണ്ട് ചുറ്റാൻ വേണ്ടിയിട്ട് നിന്നുള്ള പടാപ്പാടാട്ടോ ഈ കാണുന്നത്. എത്ര മുണ്ട് ചുറ്റിയിട്ടും കൊണ്ട് നേരാവുന്നില്ല. നേരല്ല നേരത്തെ മാറ്റുമ്പോൾ അങ്ങനെ കേട്ടോ. എത്ര ചുറ്റാറും കൊണ്ട് നേരായി കിട്ടൂല, അങ്ങോട്ട് ഇടങ്ങാറാവും. വെറുതെ നിന്നിങ്ങനെ കെടാട്ടുകയാണെന്നുണ്ടെങ്കിൽ വേഗം ശരിയാവും ചെയ്യും കേട്ടോ. എന്തായാലും മുണ്ടൊക്കെ ചുറ്റിയിട്ട് പോണല്ല, എനിക്കിഷ്ടം മുണ്ട് ചുറ്റിയിടാൻ തന്നെ കേട്ടോ. എന്തായാലും മുണ്ട് ചുറ്റിയിടാനുള്ള പെടാപ്പാടാട്ടോ. എൻ്റെ മല മാറ്റിൽ ഒരുക്കൊക്കെ കഴിഞ്ഞുമ്പോൾ ഉപ്പ പൂട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണി വിടുത്തുണ്ട് കേട്ടോ പുറത്ത് നിന്നിട്ട്. എന്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങണില്ല, കാരണം എൻ്റെ ചുറ്റിലൊന്നും ആയിട്ടില്ല. ചുറ്റും തോറും അത് കുളമായി വരും കേട്ടോ. പിന്നെ അതിങ്ങനെ വരും കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ ചീത്ത അറിയുന്നുണ്ട് എന്നോട്. ഞാൻ നേരത്തെ തന്നെ പണികളൊക്കെ കഴിച്ചിട്ട് വേഗം കുളിച്ചാൻ പറഞ്ഞല്ലേ അറിഞ്ഞിട്ടാ. പിന്നെ നമ്മളോട് പോയാലും നമുക്ക് തിരുമ്പി കുളിച്ചാനൊക്കെ മടിയില്ലേ കാരണം. ആ ഒരു ടൈപ്പാട്ടോ ഞാൻ. എത്ര തച്ചാട്ടിയാലും ഞാൻ തിരുമ്പി കുളിച്ചിട്ട് അങ്ങനെ വെറുതെ ഇരിക്കും. പിന്നെ എന്തായാലും മാറ്റൽ ഒരുക്കൊക്കെ കഴിഞ്ഞ് മൂത്താപ്പാടെ പോയി നോക്കിയപ്പോൾ റൂമൊക്കെ ഡെക്കറേഷൻ ചെയ്തിരിക്കണം കേട്ടോ. ഓലിങ്ങനെ ബേബി ഷവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബലൂൺ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ട് കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും റൂമൊക്കെ ഡെക്കറേഷൻ ചെയ്ത് കാണിച്ചു തരാൻ കൊണ്ടുപോയിട്ട് മൂത്താപ്പാൻ്റെ മോള്. അപ്പോൾ അങ്ങനെ റൂമൊക്കെ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ടാ. എന്തായാലും ഓളെ പരിപാടി കേട്ടത്. ഓളെ നാത്തൂൻ്റെ പരിപാടി കേട്ടെ. ബലൂണൊക്കെ വീർപ്പിച്ചിട്ട് റൂമിലാകെ ഇവിടെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാട്ടാ. റൂം ഇങ്ങനെ കണ്ട് നിൽക്കുമ്പോഴാട്ടാ ദോർക്കണ കേട്ടോ. അപ്പോൾ എന്തായാലും ദോയലൊക്കെ പങ്കെടുത്തിട്ട് പിന്നെ എല്ലാവരും കൂടി ഓളെ കെട്ടിച്ചെടുത്തൊക്കെ പോവട്ടെ. കാര്യമായിട്ട് ആരും ഇല്ല കേട്ടോ. ഞങ്ങൾ പെരക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പെരക്കാരും അടുത്ത കുടുംബക്കാരും, അതായത് ഓളെ അമ്മായികളും ഇപ്പാൻ്റെ അമ്മായികളും എല്ലാവരും കൂടി ആയിട്ട് അങ്ങനെ എന്തായാലും എല്ലാവരും കൂടി ഓളെ കെട്ടിച്ചെടുത്തൊക്കെ പോവട്ടെ. ഓളെ കെട്ടിച്ച അവിടെ അടുത്തേക്ക് തന്നെ കേട്ടോ, നടക്കാനുള്ള ദൂരമുള്ളൂ. എന്തായാലും ഓള് ഭാഗ്യവതി കേട്ടോ. അവൾക്ക് തോന്നുമ്പോൾ വരും പോവൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ അതിൽ എല്ലാത്തിലും ദൂരം ഞാൻ കേട്ടോ. കാരണം എനിക്ക് തോന്നുമ്പോൾ വരുമ്പോൾ പോകാനൊന്നും പറ്റില്ല. കാരണം എന്നെ ഒരാളാക്കി തന്നാലേ എനിക്ക് വരാനും പോകാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ബസ്സിനൊക്കെ വരിക, പക്ഷേ ബസ്സിനൊക്കെ വരാൻ ഭയങ്കര ഇടങ്ങാറാട്ടോ. ഞാൻ അതല്ല, എനിക്ക് ബസ്സിന് വരാനും പേടിയാട്ടോ. ഞാൻ ഒറ്റക്കൊന്നും ബസ്സിന് അങ്ങനെ ഇനി പോവില്ല കേട്ടോ. എന്തായാലും ഓളെ കെട്ടിച്ചെടുത്ത് എത്തിയിട്ടാണ്. ഇതൊന്ന് കുറച്ചുള്ളൂ കേട്ടോ. എന്താണ് എൻ്റെ അമ്മാൻ്റെ വീട്ടിലേക്കൊക്കെ പോകണ മാതിരി തന്നെ കേട്ടോ ഓളെ കഥയും. ഇന്ന് പെട്ടെന്ന് എത്തും ചെയ്യും, നമുക്ക് തോന്നുമ്പോൾ വരും പോവുകയൊക്കെ ചെയ്യാം. അങ്ങനെ എന്തായാലും അവിടെ ചെന്ന് കയറിയപ്പോൾ ഹോർലിക്സൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നപ്പോൾ ഫുഡൊക്കെ വന്നിട്ടാണ്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി അങ്ങനെ ചോറ് നനക്കി ഇരുന്നു. ചോറ് തീറ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പുഡിങ്ങും പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ രണ്ടും തിന്നിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് മധുരം ഇഷ്ടമല്ല കേട്ടോ. വെറുതെ ഇങ്ങനെ എപ്പോഴേലൊക്കെ പുഡിങ് തിന്നതല്ല, പക്ഷേ ഈ തിന്ന പാട് മധുരം തിന്ന ആ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് തീരെ പറ്റൂല. എനിക്ക് മധുരം ഓവറായാലും ഒരുമാതിരി ഒരു അസ്വസ്ഥത കേട്ടോ. പക്ഷെ ഇവരെല്ലാവരും പായസവും ഇതൊക്കെ തിന്നിട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ പെരേക്ക് മൂത്താപ്പാട് എത്തിയപ്പോൾ പിന്നെ ഓളെ വക എല്ലാവർക്കും മുട്ടായിയൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ മുട്ടായിയൊക്കെ തീറ്റ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചേണ്ടിക്ക് പോകട്ടെ, ഞാനും ഉമ്മയും ഇതും കൂടി. അങ്ങനെ എന്തിനാ ചേണ്ടിക്ക് പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ അയൽവാസി പ്രസവിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഓളെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോവട്ടെ. ഇനി ഞാൻ വരുമ്പോൾ ഓളെ കെട്ടിച്ചെടുത്ത് അഥവാ പോയാലോ വെച്ചിട്ട് ഞാൻ കുട്ടീനെ കാണാൻ വേണ്ടി പോവട്ടെ. അങ്ങനെ പോകുമ്പോഴാട്ടോ മിഥുനോട് നോക്കാൻ പറഞ്ഞിട്ട് എങ്ങനെ പറഞ്ഞിട്ടോ നോക്കല്ലേ. ലാസ്റ്റ് വീഡിയോ എടുത്ത് ഞാൻ തെന്നി വീകാൻ പോയിട്ടാ. അങ്ങനെ എന്തായാലും എത്ര പറഞ്ഞിട്ട് കുട്ടി കേൾക്കല കേട്ടോ. അപ്പം ഞാൻ ഓനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഓൻ്റെ ഇങ്ങനെ ക്യാമറ പിടിച്ച് നടക്കാം കേട്ടോ. എത്ര തന്നെ കാട്ടിയാലും നോക്കുമല്ലോ, ഓന് നോക്കില്ല, ഉമ്മാനെ നോക്കാനായിക്കണില്ല കേട്ടോ. ഉമ്മാനെ തല തിരിച്ചാൽ നോക്കാം കേട്ടോ അവന്. അങ്ങനെ എന്തായാലും ഞങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ ചേണ്ടി പോയിട്ട് പയ്യുന്ന കേട്ടോ അധികം ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കല്. അവിടെ പോയിട്ട് നല്ലൊരു ഉടുപ്പ് കണ്ടപ്പോൾ പിന്നെ ആ ഉടുപ്പ് തന്നെ എടുത്തിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഉടുപ്പ്. ഈ കുഞ്ഞു കുട്ടികളെ ഡ്രസ്സ് ഒരു പ്രത്യേക രസമാണല്ലോ. ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഉമ്മാക്ക് ചെരുപ്പ് നോക്കാൻ വേണ്ടി പോയപ്പോഴാട്ട് ഈ ഒരു ബാഗ് കണ്ടത്. അപ്പം ഇതോ ബാഗ് എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള പരിശോധനയായിട്ടാണ് കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഓനങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കടാട്ടി ഇങ്ങനെ നടക്കുക ചെയ്തിട്ടാണ്. എനിക്കും എൻ്റെ അമ്മക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് ബാഗ്. കുഞ്ഞ് ബാഗ് ഇട്ടതൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടികൾ ഇങ്ങനെ ഇതൊക്കെ പിടിച്ചിങ്ങനെ നടക്കണത് നല്ല രസമാണല്ലേ.
കുഞ്ഞു കുട്ടികളെ പൊതുവേ പെൺകുട്ടികൾ ഓരോ സാധനങ്ങൾക്കും എന്തോ രസമായിക്കാരം ഐറ്റങ്ങളെ ഓരോ കേടാട്ടണ ഒക്കെ കാണാൻ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉമ്മ ചെരുപ്പിട്ട് നോക്കിയപ്പോൾ അത് ഓനും ചെരുപ്പിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെക്കാട്ടി വലിയ കാലട്ടോ ഓരതോ ആൾ വലിപ്പമില്ലെങ്കിലും കാല് വലുതാട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഉമ്മ അവിടെ ചെരുപ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ ബാഗിൻ്റെ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ ഓൻ എനിക്കിങ്ങനെ ബാഗ് എടുത്ത് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഓനക്ക് എന്തായാലും ഇതിൽ നല്ലൊരു ഭാവി ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഓന് അതേമാതിരി ഇങ്ങനെ ഓരോന്ന് എടുത്ത് തന്നിട്ടും അതിൻ്റെ ഇതൊക്കെ വില ഇതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് വെച്ചാൽ എടുക്കുക പറഞ്ഞിട്ട് ഈ കടക്കാർ ഞങ്ങളായിട്ടെല്ലാം കമ്പനി കേട്ടോ. അതാട്ടോ അപ്പം അത്ര നല്ല ഇതിൽ പോയി നിൽക്കുന്നത്. അയാൾ ഉമ്മാക്ക് അവിടെ ചെരുപ്പ് എടുത്ത് കൊടുക്കണമുണ്ട്. ഞങ്ങൾ ഇപ്പുറം വന്നിട്ട് ഞങ്ങൾ ബാഗൊക്കെ നോക്കാം കേട്ടോ. നോക്കലൊക്കെ കണ്ടാൽ തോന്നും ഇപ്പം വേഗമൊന്നും കേട്ടോ. ബാഗൊന്നും വേഗമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓൻ ഞാൻ അങ്ങനെ കളിപ്പിച്ച് തന്നിട്ട് അത് എടുക്കുക ഇത് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കടക്കാരനാണ് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും അവിടെ ഭയങ്കര തെരച്ചിൽ ചെയ്തിട്ടാ ബാഗ്. അങ്ങനെ പിന്നെ എന്തായാലും ബാഗൊക്കെ അങ്ങനെ നോക്കി നിന്നപ്പോൾ ആ അടിപൊളി ഷൂ ഒക്കെ കണ്ടു. പിന്നെ അതൊക്കെ കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നിട്ട് പക്ഷേ ഈ ബാഗ് നല്ല ഇഷ്ടമായിട്ട്. അപ്പോൾ എൻ്റെ അമ്മ കളിയാക്കുന്നത് എന്താ തോണിൻ്റെ മാതിരി പറഞ്ഞിട്ട് കളിയാക്കുന്നു കേട്ടോ. ബാഗൊക്കെ നോക്കി വന്നിട്ട് ഉമ്മാക്ക് ചെരുപ്പൊന്നും ആയിട്ടില്ല കേട്ടോ. ലാസ്റ്റ് പിന്നെ മിതു എന്താ കാട്ടി വെച്ചാൽ ഓനക്ക് ചെരുപ്പ് നോക്കാൻ വേണ്ടി പോയിട്ടാ നിൽക്കണടിയിൽ ഓനെ കാണാനില്ല. അപ്പം എന്താ ഓന് മേലെ ആൺകുട്ടികളെ ചെരുപ്പിൻ്റെ ആ ഭാഗത്തൊക്കെ നിൽക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളും കൊണ്ട് കയറിപ്പോന്നു. ഉമ്മാക്ക് തപ്പിയിട്ട് ചെരുപ്പ് കിട്ടണമില്ല. ലാസ്റ്റ് പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ അതാ ഓനും കാക്കയും കൂടെ കേട്ടോ തരീൻ്റെ ചെരുപ്പ്. കാക്ക അപ്പുറത്ത് ഓനക്ക് ചെരുപ്പ് തരുന്നുണ്ട്, ഓന് ഇപ്പുറത്ത് തരുന്നുണ്ട് കേട്ടോ. ഓനെ കാട്ടിക്കുട്ടലൊക്കെ കണ്ടാൽ തോന്നും ഇപ്പാൻ്റെ കടയിൽ നിന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങനെ നല്ലതാട്ടോ. കാരണം മുത്തുമോൻ ഈ കടയിൽ നിന്നീന്. അപ്പോൾ നല്ല കമ്പനിയാണ്, ഞങ്ങൾ നാട്ടുകാരുമാണ്. അപ്പോൾ പിന്നെ എന്താണ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഓനും എടുത്ത് നോക്കുന്നുണ്ട്, ആ കാക്കി എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഓനക്ക് പറ്റിയ ഷൂ ഒന്നും കാണാനില്ല കേട്ടോ. ലാസ്റ്റ് ഷൂ തപ്പി 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 ഓർക്ക് ഷൂ ഒന്നും കിട്ടണില്ല. നിന്ന് ഞങ്ങളെ ഊര കടയാന്നല്ലാതെ ഒരു ഇതില്ല കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് പെണ്ണുങ്ങളെക്കാട്ടി കഷ്ടപ്പാടല്ല പണക്ക് ചെരുപ്പ് എടുക്കാനെന്നിട്ട്. കാരണം ഇന്നേറ്റ് പോയാലും ഇതേ അവസ്ഥ ആയിട്ടല്ല. ആരും ഇങ്ങനെ പറയും ചെയ്യട്ടെ. കാരണം ഒന്നും എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ കാല് തടിയില്ലാത്ത കാരണം വലിപ്പം കൊണ്ട് എത്താലും വാറുകൊണ്ട് ലൂസ് ആയിക്കാരം കേട്ടോ. അപ്പോൾ വാറുകൊണ്ട് ടൈറ്റ് ആയാലും വലിപ്പം കൊണ്ട് ചെറുതാവും അല്ലെങ്കിൽ വലുതാവും അങ്ങനെയൊക്കെ കൂടി ആയിട്ടേക്കാരം കേട്ടോ. എനിക്ക് ചെരുപ്പ് എടുക്കാനും ഇവൻ അതേമാതിരി കേട്ടോ. ഭയങ്കര പണി കേട്ടോ. പക്ഷെ ഇവനക്ക് എങ്ങനെ വെച്ചാൽ ഓൻ വിചാരിച്ച ചെരുപ്പ് കിട്ടണില്ല. അതാട്ടോ സംഭവം. അങ്ങനെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. കാരണം അവൻ്റെ കാല് വലിയ കാലാണ്. എൻ്റെ കാലാണല്ലോ ചെറിയ കാലാണ്, തടിയില്ലാത്ത കാലുമാണ്. അപ്പോൾ എനിക്ക് ചെരുപ്പ് അളവിന് കിട്ടാൻ കുറച്ച് പണിയാട്ടോ. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ചെരുപ്പ് കേട്ടോ കിട്ടൂല. പിന്നെ കിട്ടിയ ചെരുപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഷൂ നോക്കി കിട്ടാനായിട്ട് ഓൻ ചെരുപ്പൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് ഞാനവിടെ കണ്ണടയൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്നിങ്ങനെ കേടാട്ടേന്ന് കേട്ടോ. ലാസ്റ്റ് അവിടെ ചെരുപ്പ് നോക്കിയിട്ടും കിട്ടിയില്ല, ഷൂവും കിട്ടിയില്ല. ലാസ്റ്റ് പിന്നെ സ്ഥിരം ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ചെരുപ്പ് നോക്കണ്ട തുടങ്ങി. എന്നിട്ടും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഓനോട് പറയുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാറ് കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോൾ വീഡിയോ ആണ് കണ്ടപ്പോൾ കൊതറി മണ്ടിയിട്ടാ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മാക്ക് ചെരുപ്പ് കൊടുത്ത് പിന്നെ വേഗം ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ പെരേക്ക് പോന്നിട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും മന്തിയൊക്കെ തിന്ന ക്ഷീണമല്ല. അപ്പോൾ പിന്നെ ഒരു കൊക്കക്കോളൊക്കെ വാങ്ങി കുടിച്ചിങ്ങനെ പോരുക കേട്ടോ. അപ്പം ഇതുങ്ങനെ പറയുന്നു കേട്ടോ, ഓ അടിപൊളി കൊക്കക്കോള ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അന്ന് ഞാനൊന്ന് കുടിച്ചോക്കട്ടെ പറഞ്ഞിട്ട് അത് ഞാൻ കുടിച്ചിരുന്നിട്ട് എനിക്ക് ഈ കൊക്കക്കോള വലിയ ഇഷ്ടമല്ല കേട്ടോ. ഈ 7up 10 റുപ്യേൻ്റെ ഇട്ടില്ല അതൊക്കെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ജ്യൂസിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ എനിക്ക്. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങളങ്ങനെ നടന്ന് തിരിച്ചിങ്ങനെ നടന്നിട്ട് തന്നെ കേട്ടോ പോകുന്നത്. കാരണം ഞങ്ങൾ അങ്ങാടിക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ പിന്നെ നടന്ന് പോകണ രസമല്ല. അപ്പോൾ പിന്നെ നടന്നിട്ട് തന്നെ കേട്ടോ പോയത്. പിന്നെ ഈ കാണുന്ന കയറ്റം ഞങ്ങൾ പെരേക്ക് പോകാനുള്ള കയറ്റം കേട്ടോ. അവിടെ നിന്നൊക്കെ നടന്ന് ഈ കയറ്റം കയറുമ്പോഴൊക്കെ ഒരു വൈക്കൗട്ട് ആകെ കൊണ്ട് ക്ഷീണിച്ചിട്ട് ഈ കയറ്റം കൊണ്ട് കയറിയാണ്ട് കഴിയൂല കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മാനെ തൂങ്ങിക്കട്ടെ ഞാൻ. കാരണം നമ്മളൊരാളെ പിടിച്ച് നടക്കുമ്പോൾ നല്ല സുഖമല്ലേ. അങ്ങനെ പിന്നെ എന്തായാലും അയൽവാസിക്കുട്ടീനെ കാണാൻ വേണ്ടി പോയിട്ടോ. ഞാൻ ഈ കുട്ടീനെ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഞങ്ങൾ നേരെ താഴെയുള്ള പെരക്കാരാണ്. പക്ഷെ ഞാൻ തിരൂര് തന്നെയില്ലേ. പിന്നെ ഇനി ഞാൻ പോയിട്ടില്ലെങ്കിൽ ഇനി അടുത്ത വരെ വരുമ്പോൾ ഓള് വേണമെങ്കിൽ ഓളെ കെട്ടിച്ചു കൊടുത്ത് പോകുമ്പോൾ. അപ്പോൾ പിന്നെ എന്തായാലും കുട്ടീനെ കാണാൻ പോകാമെന്ന് കരുതി കുട്ടീനൊക്കെ കണ്ടു വന്നിട്ട് പിന്നെ ചുരിദാറൊക്കെ ഉണ്ട് ഊരിയിട്ട് ഉമ്മാൻ്റെ മാക്സൊക്കെ ഇട്ടുകൊണ്ട് കടന്നുറപ്പം എന്താ സുഖം എന്നാ. അങ്ങനെ ഉറങ്ങിച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇഞ്ചിമുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഇഞ്ചിമുട്ടായിയൊക്കെ ഇങ്ങനെ തിന്നിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇഞ്ചിമുട്ടായി. ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതപ്പോൾ അത് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഓനും ഞാനൊക്കെ കിടന്നുറങ്ങിയിരുന്നു. ഇമ്മയാണേലോ വെള്ളത്തിന് പോയതേന്ന് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇവൻ എൻ്റെ ഫോണിൽ സിനിമ കണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആ സിനിമ കാണൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിനിമ കാണാൻ ഫോൺ ചോദിച്ചപ്പോൾ ഞാൻ ഫോൺ കൊടുത്തില്ല കേട്ടോ. കാരണം എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ കുത്തിവെച്ചപ്പോൾ ഓനും കിടന്നുറങ്ങിയിട്ട്. അങ്ങനെ രണ്ടാളും കൂടിയും ഒരു ബെഡിൽ അങ്ങനെ കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങി ചെന്നപ്പോൾ ഓൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു കൊലായ്മ വന്ന് ഹാജരായിക്കണം കേട്ടോ. പിന്നെ അങ്ങനെ രണ്ടാളും ഇങ്ങനെ മേപ്പോട്ടൊക്കെ ഇരിക്കുമ്പോഴാട്ടോ നല്ല മയക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ പുറത്ത് ഓരോ വർത്താനം പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ കേൾക്കുമ്പോൾ വെള്ളം കൊടുന്നിരുന്നല്ലോ. അപ്പോൾ ഉമ്മയും ഞാനും ഓനും കൂടി ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞിരുന്നപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ അങ്ങനെ തോന്നിട്ടോ. കാരണം നല്ല പൈപ്പുണ്ട്. കാരണം ഇങ്ങനെ 10:30 ഇവിടുന്ന് പരിപാടിയൊക്കെ പോയതല്ലേ. എന്നിട്ട് ആ ഒരു 12 മണി ആ ടൈമിൽ ചോറിന് കാരണം നല്ല പൈപ്പ് ഇട്ടാ. അപ്പോൾ പിന്നെ എന്തായാലും ഉമ്മ മുത്തുമോനക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് ഓൻ പണിക്ക് പോയതേനെ. അപ്പോൾ നല്ല അടിപൊളി തക്കാളി കറി ഉണ്ട്. എനിക്ക് ഉമ്മാൻ്റെ തക്കാളി കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു തക്കാളി കറി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ നല്ല ചോറും കേട്ടോ. നല്ല കുറുന്നനെ തക്കാളി കറി കഴിക്കാറ്. പിന്നെ രാവിലത്തെ സമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ തിന്നിട്ടാ. വൈകുന്നേരം ചായക്ക് പകരം ഞാൻ ചോറാട്ടോ. ചായക്ക് വല്ലാതെ ഇഷ്ടമല്ല. പിന്നെ ഉമ്മാൻ്റെ കറി കണ്ടപ്പോൾ അങ്ങനെ
തക്കാളിക്കറി കൂട്ടിച്ചു. പിന്നെ ചോർത്തിയിട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നിട്ട് അയൽവാസി വന്നിരുന്നു. അപ്പോൾ ഓളായിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മ മരുവൻക്കുള്ള ഫുഡ് ഉണ്ടാക്കട്ടെ, നെയ്ച്ചോറ് ചിക്കൻ കറി എന്നിട്ടാ. ചിക്കൻ കറി റെഡി ആക്കുന്നുട്ടാ, നെയ്ച്ചോറ് അതാട്ടെ അവിടെ കടന്ന് തിളക്കണ്. അപ്പം ഈ RKG അതിൻ്റെ മേലെ കയറ്റി വെച്ചിരിക്കുന്നത് എന്തിനാ വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ കയറ്റി വെച്ചപ്പോൾ അതിൻ്റെ ഊരി ഒക്കെ ഒരു വൈക്ക് കഴിക്കണിട്ടാ, വളഞ്ഞ് തിരിഞ്ഞാൽ കഴിക്കണിട്ടാ അതിൻ്റെ ഊര. അപ്പോൾ എന്തായാലും അപ്പുറത്തമ്മ അതേമാതിരി ചിക്കൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇതമ്മ അങ്ങനെ ഉള്ളിസുറുക്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇതല്ലേ നെയ്ച്ചോറല്ല, അപ്പോൾ അതിക്ക് ഉള്ളിസുറുക്കായിട്ട് ഉണ്ടാക്കണം. പിന്നെ നാരങ്ങച്ചാറും ഉണ്ടായത്. കാരണം ഉള്ളിസുറുക്ക ഉണ്ടാക്കണ തിരക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ അത് ലാലു വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വരവ് ഒരു ദിവസത്തിനുള്ള വരവ് ചെയ്തിട്ടാ. കാരണം തലേന്ന് ലാലു എന്നെ വൈകുന്നേരമായിട്ടൊക്കെ ഉണ്ടാക്കി തന്നില്ല. കാരണം ഞാൻ പോലെ ഇറക്കി ചെയ്തിട്ട്. കാരണം ലാലു കട കഴിഞ്ഞ് വന്നിട്ട് എന്നെ കൊണ്ടാക്കി തന്നിട്ട് പിറ്റേന്ന് അതേമാതിരി കട കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ വരാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് പോകാനല്ല വെച്ചിട്ട് എന്നിട്ട് പിന്നെ ബന്ധമായപ്പോൾ പിന്നെ ലാലു ഏതായാലും പെരയിലും ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഉറങ്ങിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാലുവിനെ പാകക്കാനാക്കി തന്നിക്ക് ചെയ്തിട്ടാണ്. എന്നിട്ട് പിറ്റേന്ന് കട കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവരാൻ വന്നിക്കട്ടത്. അപ്പോൾ വന്നപ്പോൾ ഉമ്മ ലാലുവിനായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ചെയ്തിട്ട് ആ ഇടയിൽ ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അതാ ചിക്കൻ പൊരിച്ചാലും ഇട്ട് കൊടുക്കട്ടെ അമ്മ. അതൊക്കെ കഴിഞ്ഞിട്ട് ലാലുവിന് കുടിച്ചതിന് വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ട്. അപ്പോൾ ലാലു വെള്ളം ഇങ്ങനെ കുടിച്ചിരിക്കട്ടെ, മറ്റേ അളിയന് ഇങ്ങനെ ഈ അളിനെ നോക്കിയിരിക്കട്ടെ വെള്ളം കുടിച്ചിട്ട്. ഓൻ രണ്ടാളും അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടി കാട്ടിൽ ആ വീഡിയോ ആയിട്ട് ചെന്നത്. അപ്പം ഉണ്ട് അപ്പുറത്ത് കൂടെ മറ്റോൻ കയറിയിരുന്നു കേട്ടോ. ഓന് മൂത്താപ്പാടക്ക് പോയതായിരുന്നു, ഓൻ പണിക്ക് പോയതായിരുന്നു. അപ്പോൾ പിന്നെ അത് പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മൂത്താപ്പാടെ പോയതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലാലു വന്നിക്കണ പറഞ്ഞപ്പോൾ ഓനങ്ങനെ വേഗം വന്നിട്ടാ. അപ്പത്തിന് ലാലു വന്ന് വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞിരിക്കും. അപ്പം ഇങ്ങനെ വന്ന് ഓല അളിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സ്ഥലമൊക്കെ പറഞ്ഞ് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ട കണ്ടപ്പോൾ മുത്തുമ്മനെ കളിയാക്കിയതായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഇവരിങ്ങനെ കളിയാക്കൂട്ടെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു വേണോ വേണ്ടി വെച്ചിട്ട് ഒരു വലിയ ഇളി വെച്ചുകൊണ്ട് ഓനാണ്ട് ഉള്ളിൽ പോയിട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും വല്ല അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ലാലൂന് ഉണ്ടാക്കിയ വെള്ളം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ വെള്ളം എടുത്ത് കുടിച്ചിട്ടാ. അപ്പോൾ പിന്നെ അങ്ങനെ ആവുമല്ലോ, നമ്മൾ വിരുന്നേരൊക്കെ വന്നാൽ ആദ്യം അടുക്കളയിൽ പോയി നോക്കും ഓൽക്ക് ഉണ്ടാക്കിയ വെള്ളമോ ചായ എന്തെങ്കിലും ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ ഓലെ ബേക്കറി ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് തിന്നാൻ. എന്നാൽ മാതിരി ഞാൻ പോയി നോക്കിയപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഹാൾക്ക് വന്നപ്പോൾ അത് അളിയന്മാർ ഭയങ്കര തിരക്കിൽ ചോറൊക്കെ തിന്നാളേ തിരക്കാട്ടാ. അപ്പോൾ എന്താ വെച്ചാൽ മറ്റാൾ ഇങ്ങനെ പാത്രമൊക്കെ പരത്തിയൊക്കെയുണ്ട്. അപ്പോൾ എന്താ ഇറ്റങ്ങൾ ഒത്തൊരുമേലയും എന്തൊരു സ്നേഹമുള്ള അളിയന്മാർ. നമ്മളാണേലോ പോവാനുള്ള ടെൻഷനിൽ, ഓൽക്കാണേലും ചോറുന്നത് എടുക്കും. എന്തായാലും ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ, വന്നാൽ പിന്നെ പോകണമല്ല. പിന്നെ ഈ പോക്കറിയണം ഭയങ്കര ഇടങ്ങേറാണ് കേട്ടോ. ഇനിയിപ്പോൾ 10 ദിവസത്തിനായാലും 15 ദിവസത്തിനായാലും വന്ന് പോകുന്ന അറിയണം എന്തോ ഒരു സങ്കടം കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. ഇനിയിപ്പോൾ ഒരു ദിവസത്തിനായാലും കണക്കാണ്. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയട്ടെ, മറ്റേ ലാലു ഗൾഫിലുള്ളപ്പോൾ ഇന്ന് വന്ന് പോകുമ്പോൾ നെലോളിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് പോരും. ഭയങ്കര സങ്കടം. കാരണം ഇവിടെ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ബോറടിക്കാറ് കേട്ടോ. അപ്പോൾ ലാലു ഉണ്ടെങ്കിലും കണക്കൊക്കെ തന്നെ കേട്ടോ. പക്ഷെ നെലോളിയൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു സങ്കടം ഉണ്ടാവും കേട്ടോ. ലാലു ഉണ്ടല്ലോ എന്നുള്ള സമാധാനം ഉണ്ട്, എന്നാലും പെരയിൽ നിന്ന് വിട്ട് പോകുന്ന സങ്കടം ഉണ്ടാവും. അങ്ങനെ എന്തായാലും ചോറൊക്കെ തിന്നിട്ടിട്ട് ഇനിയിപ്പോൾ സങ്കടപ്പെട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും പോകണം. വന്നാൽ പിന്നെ പോക്ക് നിർബന്ധമാണല്ലോ. അപ്പോൾ ഒരു ഭയങ്കര പെരുന്നാൾ മാസം കണ്ട പൊലിവേക്കാരം, പോകുമ്പോൾ ഭയങ്കര ഇടങ്ങേറേക്കാരം. അപ്പോൾ ലാലു എന്നെ ഇങ്ങനെ കളിയാക്കൂട്ടോ. ഇവിടെ എത്തിയ ആൾക്കുള്ള സോക്കടാണ് അത് അറിയിട്ട്. കാരണം അവിടുന്ന് ഇപ്പോൾ ഒരു ഭയങ്കര അരയേക്കാരം. ലാലു ഉണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പോരാന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ ഒരു ഇതാട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും സങ്കടപ്പെട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല, അത് മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാൻ ചോറുന്നായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മ മരുവൾക്ക് കറിയൊക്കെ വിളമ്പി കൊടുക്കുന്ന തിരക്കിയിരുന്നിട്ട് അത് കഴിഞ്ഞ് എനിക്ക് കറിയൊക്കെ ഒഴിച്ച് തന്നാൽ പിന്നെ എല്ലാവരും കൂടി ചോറുന്നാൻ വേണ്ടി ഇരുന്നിട്ടാ. ഇപ്പോൾ വീഡിയോ എടുത്തിരുന്നാലും അത് തന്നെ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും വേഗം ചോറുന്നിട്ടാ, തിരിച്ച് പോകണമല്ലോ. പിന്നെ എന്തായാലും ചോർത്തിയിട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോകാനുള്ള ഒരുക്കാട്ടോ. അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ തോളിലിട്ടിട്ടാട്ടോ പിന്നെ മുണ്ടൊക്കെ ശരിയാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും പോകാനൊരു സങ്കടമുണ്ട്. അപ്പോൾ തട്ടിമുട്ടി ഇങ്ങനെ ആക്കത്തിൽ ഇങ്ങനെ മാറ്റിയിട്ട്, കാരണം അങ്ങനെയാണല്ലോ നമ്മളോടക്ക് പോകാൻ പറയുമ്പോൾ പിന്നെ 5 മിനിറ്റ് കൊണ്ട് മാറ്റലും ഒരുക്കും പോക്കും കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ നമ്മളോടന്ന് തിരിച്ച് പോകാൻ അരമണിക്കൂറായാലും മാറ്റലും ഒരുക്കും ഒന്നും ആവില്ലല്ലോ. ഞാൻ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ കണ്ണാടി ഇങ്ങനെ നോക്കിക്കാട്ടാ. അപ്പോൾ ഉമ്മ ഉണ്ട് ഇങ്ങനെ പറയുന്നു വേഗം പൊയ്ക്കോളി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ചോർത്തിയിട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 9:30 ആയിക്കണ്. ലാലു പിന്നെ തിരൂരിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയപ്പോൾ 8 മണിയായും ചെയ്ത്. പിന്നെ ലാലു വന്ന് കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് വർത്താനം പറഞ്ഞിരുന്ന് ചോറ് തിന്ന് വേഗം പിന്നെ തിരിച്ച് പോകട്ടെ. അപ്പോൾ അമ്മയും ഇതും ടാറ്റ കേട്ടോ. മറ്റാൾ പിന്നെ എന്നെ റോട്ടുമൊക്കെ തരാൻ വേണ്ടി പോരുന്നു കേട്ടോ മുത്തുമോനെ. അത് പിന്നെ എന്തായാലും പോകുമ്പോൾ അങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് ആകെ ഇച്ചിലായിക്കണം കേട്ടോ റോഡ്. എങ്ങനെ വെച്ചാൽ ഈ റോഡ് മണ്ണിൻ്റെ റോഡാണ്, അപ്പോൾ പെട്ടെന്ന് ഇച്ചിൽ വരുമല്ലോ. കാരണം നല്ല വെയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോണ പോക്കിൽ ലാലു ഒന്ന് വെയ്ക്കിട്ടാ. ലാലു വീണാലും പോരാ, ലാലു ഇനിയും കൂടി പിടിച്ചിട്ടാ വീഴാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഒറ്റക്കണ്ട് വീണാൽ പറയും, ഇനിയും കൂടി വലിച്ചുകൊണ്ട് കൊയിച്ചടിച്ചത് അറിയുന്നിട്ടാ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പോന്നപ്പോൾ റോഡൊക്കെ കാലിയായിക്കണം കേട്ടോ. അത് പിന്നെ കരേക്കാടാണ്, പൊതുവേ കാട് ഏരിയയാണ്, വല്ലാതെ തിരക്കും ഉണ്ടാവില്ല. അപ്പോൾ ലാലു ഇങ്ങനെ കളിയാക്കൂട്ടോ അവിടെ എത്തുമ്പോൾ ആ കാട്ടുമുക്ക് എത്തി അറിയിട്ടാ. അതേമാതിരി തന്നെ കേട്ടോ രാത്രി നാളും മനസ്സിലും എല്ലാ തണുപ്പിട്ട മഴയൊക്കെ പെയ്തിട്ട്. പിന്നെ ലാലുവിനോട് അറിയുന്നു എന്തോ ഒരു തണുപ്പ് സഹിച്ചിട്ടില്ല അറിയുന്നിട്ട്. കാരണം കാടാകുമ്പോൾ നല്ല തണുപ്പ് കേൾക്കാറ്, പകൽ തന്നെ അവിടെ നല്ല തണുപ്പ് കേൾക്കാറ്. പിന്നെ മഴയും തണുപ്പൊക്കെ ആയ പറയും വേണ്ടിയിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞ് കാടാമ്പുഴ എത്തിയപ്പോൾ മീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ലാലു പറഞ്ഞാൽ നല്ല മീൻ അത്, ഇനി ഏതായാലും മീൻ വാങ്ങിയിട്ട് പോവാറ്.
അങ്ങനെ മീൻ പോയി നോക്കിയപ്പോൾ നല്ല ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലാല് ചെമ്മീൻ വേകാറ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെമ്മീൻ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെമ്മീൻ വല്ല എപ്പോഴേലൊക്കെ കേട്ടോ വരിക. അങ്ങനെ ആണ്ടിലും കൊല്ലത്തിലൊക്കെ കേട്ടോ. തിരൂർ ഭാഗം എന്ന് പറഞ്ഞാൽ കടലേരിയല്ലേ, എപ്പോഴും ഉണ്ടാവില്ല ചെമ്മീൻ. പിന്നെ നിറച്ച് ബത്തളുണ്ട് കേട്ടോ. ആ ബത്തൾ അങ്ങനെ കൂട്ടിയിട്ട് കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ട് ഇങ്ങനെ കിളുമ്പാൻ തോന്നും എനിക്ക്. പിന്നെ എന്തായാലും മീനൊക്കെ വേഗം ഞങ്ങൾ തിരിച്ച് തിരൂർക്ക് തന്നെ പോരും കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം.